മിഥുൻ, നിലവിൽ പ്രധാനമന്ത്രി നാവികസേന വിമാനത്താവളത്തിൽ നിന്നും അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ഒരുപക്ഷെ നിലവിൽ ഡൽഹിയിലേക്കുള്ള മടക്കയാത്രയുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടോ? വിഷ്ണു, ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. കേരളം നൽകിയിരിക്കുന്ന സ്നേഹവായ്പകൾ, സ്നേഹ പ്രകടനങ്ങൾ, അതിനെല്ലാം കൃത്യമായി തന്നെ കേരളത്തിന് സ്നേഹം തിരികെ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ മടങ്ങുകയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിച്ചേർന്നു. നാവികസേന വിമാനത്താവളത്തിൽ നിന്നും എത്തിച്ചേർന്ന പ്രധാനമന്ത്രി ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. കൊച്ചിയിൽ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം കേരളത്തിന്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. കേരളം അദ്ദേഹത്തിന് നൽകിയ ആ സ്നേഹത്തിന് തിരികെ 10 മടങ്ങ് സ്നേഹം, തിരികെ 10 മടങ്ങ് പരിഗണന, കേരളത്തിന്റെ എല്ലാ മുഴുവൻ മനുഷ്യർക്കുമുള്ള പരിഗണനയും നൽകുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരികെ മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം കേരളത്തെ, നരേന്ദ്രമോദിയെ കേരളം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം പരിഗണിക്കുന്നുണ്ട്, എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് എന്നെല്ലാം കേരളം സാക്ഷ്യം വഹിച്ച മുഹൂർത്തങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ എല്ലാം കണ്ടത്. കൊച്ചിയിലും തൃപ്രയാറിലും ഗുരുവായൂരിലുമെല്ലാം അദ്ദേഹം എത്തിയപ്പോൾ കേരള ജനത അദ്ദേഹത്തിന് നൽകിയ സ്നേഹമുണ്ട്, സ്നേഹവായ്പുണ്ട്, പരിഗണനയുണ്ട്, ബഹുമാനമുണ്ട്. അതെല്ലാം കേരളക്കര ഇപ്പോൾ സാക്ഷ്യം വഹിച്ച മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞു പോയത്. ആ സ്നേഹവും പരിഗണനയും ബഹുമാനവും എല്ലാം ഏറ്റുവാങ്ങി അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങി പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ആ റോഡ് ഷോ, കൊച്ചിയിൽ നടന്ന മറൈൻ ഡ്രൈവിൽ നടന്ന റോഡ് ഷോ, അതിനുശേഷം തൃപ്രയാറിലെത്തിയപ്പോൾ തൃപ്രയാറിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം, ഗുരുവായൂരിലെത്തിയപ്പോൾ ഗുരുവായൂരിലെ ജനങ്ങൾ നൽകിയ സ്വീകരണം, അതിനുശേഷം കൊച്ചിയിൽ തിരികെ എത്തി ബിജെപിയുടെ നേതൃനിരയിലുള്ള പ്രവർത്തകരുമായിട്ട് സംബന്ധിച്ചപ്പോൾ അവിടെ അദ്ദേഹം ബിജെപിയുടെ പ്രവർത്തനങ്ങൾ, ബിജെപി ഇനി ലോക്സഭ ഇലക്ഷന് നേരിടാൻ പോകുന്നതിന് ശക്തി നൽകുന്നതിന് ആഹ്വാനം നൽകിക്കൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന വാക്കുകൾ, കരുത്തുറ്റ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടുള്ള വാക്കുകൾ, ഇതെല്ലാം കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷന് വലിയ ആത്മവിശ്വാസമാണ് ബിജെപി പ്രവർത്തകർക്കും ബിജെപിക്കുമെല്ലാം കേരളത്തിൽ ഇതിനോടകം തന്നെ ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷന്റെ ഒരു അനൗദ്യോഗിക പ്രചരണം തന്നെ ബിജെപിക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. ആ ഒരു കേരളക്കര നൽകിയിരിക്കുന്ന, മലയാളക്കര നൽകിയിരിക്കുന്ന ആ സ്നേഹവും ബഹുമാനവും പരിഗണനയും എല്ലാം നെഞ്ചോട് ചേർത്ത് തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിയോട് കൂടി തന്നെ അദ്ദേഹം രാജ്യാന്തര വിമാനത്താവളത്തിൽ നാവികസേന ഹെലികോപ്റ്ററിൽ മൈതാനത്തു നിന്നും ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. കൂടുതൽ മറ്റു നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്, ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയായിരുന്നു. വലിയ നിമിഷങ്ങളായിരുന്നു, ഏറ്റവും സുലഭമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മറ്റ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. നരേന്ദ്രമോദി എന്ന ആ ഒരു വ്യക്തിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒട്ടനവധി ജനങ്ങൾ കേരളത്തിലുണ്ട്. അതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കേരളക്കരയിൽ അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെയുള്ള ആ ഒരു പൊതുബോധം അല്ലെങ്കിൽ ബോധ്യം മറ്റ് ആളുകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നുപോയത്. തൊട്ട് മുൻപ് അദ്ദേഹം മറൈൻ ഡ്രൈവിൽ നടത്തിയ പ്രസംഗത്തിലായാലും, ബിജെപിയിലെ നേതൃനിരയിലുള്ള പ്രവർത്തകർക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗമായാലും നമ്മൾ കണ്ടതായിരുന്നു. പാർട്ടിയുടെ ജീവനാഡി പ്രവർത്തകരാണ്. ഇനിയുള്ള ലോക്സഭാ ഇലക്ഷൻ അടക്കം വരുമ്പോൾ പാർട്ടിക്ക് ജീവൻ നൽകുന്നതിന്, പാർട്ടിയെ കരുത്തുറ്റ പാർട്ടിയാക്കി മാറ്റുവാൻ ഇവിടുത്തെ പ്രവർത്തകരെ കൊണ്ട് സാധിക്കും എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുള്ള കാര്യങ്ങൾ അദ്ദേഹം പാർട്ടി നേതൃനിരയിലുള്ള പ്രവർത്തകർക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിൽ ഏത് തരത്തിലാണ് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്, എത്രത്തോളം ആളുകൾക്കാണ് പ്രയോജനപ്പെട്ടിരിക്കുന്നത്, വികസിത് സങ്കൽപ് ഭാരത് യാത്ര കേരളത്തിൽ നടക്കുമ്പോൾ അതിന്റെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തുന്നത് എത്രത്തോളമാണെന്ന് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതോടനുബന്ധിച്ച് തന്നെ അത്തരം ഗുണഭോക്താക്കളുമായിട്ട് കൃത്യമായിട്ട് സംവദിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് സാധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒപ്പം തന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കേരളക്കരയിൽ നിന്നും ലഭിക്കും. കേരളക്കരയിലെ മുഴുവൻ ഹൈന്ദവ വിശ്വാസികളുടെയും ഒരു ചിട്ടയായ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളിലൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ആഹ്വാനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക, ക്ഷേത്ര
ക്ഷേത്രങ്ങൾ ശുചീകരിക്കുക, വ്രതാനുഷ്ഠാനത്തോടുകൂടി രാമനാമ ജപത്തോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ കഴിയുന്നതിന് വേണ്ട ആഹ്വാനം. ഇങ്ങനെ കൃത്യമായിട്ടൊരു ഹൈന്ദവ വിശ്വാസികൾക്ക് കൃത്യമായി ക്ഷേത്ര ആചാരങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം. പാർട്ടി പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം, പൊതുജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വീകാര്യത ഉള്ള നേതാവായി, വ്യക്തിപ്രഭാവമുള്ള നേതാവ് ഇതിനപ്പുറം ആരുമില്ല എന്ന് വ്യക്തമാക്കുന്ന നിമിഷങ്ങൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് ഇവിടെ കടന്നുപോയിരുന്നത്. അതിനൊക്കെയാണ് കേരളക്കര സാക്ഷ്യം വഹിച്ചത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. രാജ്യാന്തര കപ്പൽശാല ഷിപ്പ്യാർഡുമായി മിഥുൻ, ഇപ്പോൾ കൊച്ചിയിൽ നിന്നും നിഷ കൂടി ചേർന്നുണ്ട്. നിഷ, പ്രധാനമന്ത്രി ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു മടക്കം നമുക്ക്, അതായത് പ്രധാനമന്ത്രി നമുക്ക് സമ്മാനിച്ചത് ഒരുപടി നല്ല നിമിഷങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമായി തന്നെ മാറുകയില്ലേ? പ്രത്യേകിച്ചും 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. തീർച്ചയായും 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയത്. ഇന്നലെ വൈകിട്ട് 6:30 കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി വലിയ ആവേശത്തിൽ തന്നെയാണ് കൊച്ചി സ്വീകരിച്ചത്. കൊച്ചിയിലെ മാത്രമല്ല, കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ, BJP പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത ആളുകളുണ്ട്, രാഷ്ട്രീയമൊന്നും ബാധിക്കാതെ ഇവിടെ മോദിയെ കാണാനായി എത്തിയ ആളുകളുണ്ട്. എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 2 തവണയാണ് മോദി കേരളത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് തൃശ്ശൂരിൽ കാണാൻ കഴിയാത്ത ആളുകളൊക്കെ തന്നെ ഇന്നലെ കൊച്ചിയിൽ വന്നു. റോഡ് ഷോയിലടക്കം വലിയ പങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. 6:30 ആരംഭിച്ച റോഡ് ഷോ ഏതാണ്ട് 1.5 കിലോമീറ്റർ താഴെ മാത്രമേ റോഡ് ഷോ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും റോഡിനിരുവശവും നിന്ന ആളുകളെല്ലാവരും തന്നെ ഹർഷാരവത്തോടു കൂടി പൂക്കളൊക്കെ വർഷിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അത്ര കണ്ട് ആവേശത്തോടു കൂടി തന്നെയായിരുന്നു ഇന്നലെ ഇവിടെ റോഡ് ഷോ തുടങ്ങിയതും അവസാനിച്ചതും. പിന്നീട് റോഡിന് ഇരുവശവും നിന്ന് ആളുകളെയൊക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ റോഡ് ഷോയിലുടനീളം പങ്കെടുത്തത്. അതിനുശേഷം ഗസ്റ്റ് ഹൗസിൽ രാത്രി തങ്ങി. തുടർന്ന് ഇന്ന് രാവിലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി ഗുരുവായൂരിലേക്ക് പോയി. തുടർന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ സന്ദർശനവും ഒക്കെ നടത്തിയാണ് ഒരു 11:15 അതായത് പറഞ്ഞതിലും കുറച്ച് വൈകിയെങ്കിലും 11:15 തന്നെ പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ചെത്തി. തുടർന്ന് വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഷിപ്പ്യാർഡിലെ അടക്കമുള്ള 3 വലിയ ബൃഹത് പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങായിരുന്നു വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടന്നത്. അവിടെ പങ്കെടുത്ത ശേഷം തിരികെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന ശക്തി കേന്ദ്ര സംഗമത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അവിടെ വെച്ചും കേരളത്തിൽ നിന്ന് ഉടനീളം എത്തിയ 4300-ലധികം പ്രതിനിധികളുമായി അദ്ദേഹം സംവദിച്ചു. ആ ഒരു ചടങ്ങായിരുന്നു പ്രധാനമന്ത്രിയുടേതായി ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് 2 പ്രധാന പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് കൊച്ചിയിലുണ്ടായിരുന്നത്. ആ 2 പ്രധാന പരിപാടികളിലുമൊക്കെ പങ്കെടുത്ത് കൊച്ചിയുടെ ആവേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയത്. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ 4000 കോടി രൂപയുടെ വലിയ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന 4000 കോടി രൂപയുടെ ബൃഹത് പദ്ധതികൾ കൂടി രാജ്യത്തിന് സമർപ്പിച്ച ശേഷമാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്നും മടങ്ങിയിട്ടുള്ളത്. വിഷ്ണു.